الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും ആക്കി തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദുനിയവിയായ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചതിന് പിന്നിൽ ഒട്ടനവധി ഹിക്മത്തുകൾ, കാരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹിക്മത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, നമ്മളിൽ പലരുടെയും ശ്രദ്ധ പതിപ്പിക്കാതെ പോയ, നമ്മൾ പലപ്പോഴും വളരെ ഗൗരവപ്പെട്ടതായി കണക്കാക്കാതെ പോയ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എതിരാളികളോട്, അവിടുത്തെ ശത്രുക്കളോട് കാണിച്ച എടുത്ത നിലപാടുകൾ, സമീപനം, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നാലും ജീവിക്കുകയാണെങ്കിലും നമ്മൾ ഹക്കിന്റെ ആളുകളായി അവിടെ നിൽക്കുമ്പോൾ, നമ്മൾക്കറിഞ്ഞ ഹക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ശരി യാഥാർത്ഥ്യം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുകളുണ്ടാവും, പ്രയാസപ്പെടുത്തലുകളുണ്ടാവും, ഒറ്റപ്പെടുത്തലുകളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനമായി തീരുന്നത്, ഏറ്റവും വലിയ മാതൃകയായി തീരുന്നത്, ഏറ്റവും വലിയ ആശ്വാസമായി തീരുന്നത് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലെ നിലപാടുകളാണ്. ആ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച നിലപാടുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം എടുത്ത രീതികൾ, സ്വീകരിച്ച രീതികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായി, ഏറ്റവും എഫക്റ്റീവായ രൂപത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. അല്ലേ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ അവിടുന്ന് നേരിട്ടത്രയും പ്രയാസങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ പോലും ഒരാൾ നേരിട്ടിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ, എന്താ പറഞ്ഞത്? മാ ഊദിയ അഹദുൻ മാ ഊദിതു ഫില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതുപോലെ ഒരാളും മനുഷ്യ ചരിത്രത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രയാസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത് എങ്ങനെയാണ്, ആ ബുദ്ധിമുട്ടുകൾ അത്രയും ഓരോന്നിനൊന്നിനു പുറകെ ഒന്നായി മേൽക്ക് മേൽ വന്ന് വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തരണം ചെയ്തത് എങ്ങനെയാണ്? അതിന് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, പിൻബലമുണ്ടായിരുന്നു. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നൂഹ് നബി 950 വർഷം തുടർച്ചയായി തന്റെ സമൂഹത്തിന് ദഅവത്ത് നടത്തിയിട്ടും വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അദ്ദേഹത്തിന് ദഅവത്ത് സ്വീകരിച്ചുള്ളൂ എന്ന് അള്ളാഹു ഖുർആൻ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനം ഉണ്ടാകും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ സ്വന്തം വാപ്പയോടും സ്വന്തം നാട്ടുകാരോടും
ഹക്ക് പറഞ്ഞു കൊടുത്തതിന് ഇത്രയധികം പ്രയാസങ്ങൾ നേരിട്ട ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നത് മനുഷ്യന്മാരുടെ ചിത്രത്തിൽ ഇങ്ങനെയാണ്. ഹക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല ആളുകളാണെങ്കിലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്നു. 40 വർഷക്കാലം നബി അല്ലാതെ വെറും ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത് ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലം അത്രയും ആ മക്കക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവനായിരുന്നു. വളരെ എല്ലാവരും സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു. എല്ലാവരും അൽ അമീൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, എന്ന് മറ്റുള്ളവരുടെ വിഷയത്തിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ് എന്ന് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയോ അന്നു മുതൽ വെറുക്കപ്പെട്ടവനായി. അന്നു മുതൽ അദ്ദേഹത്തിനെതിരെ എല്ലാവരും തിരിയാൻ തുടങ്ങി. വിളിപ്പേരുകൾ, ഇല്ലാത്ത വിളിപ്പേരുകൾ വിളിക്കാൻ തുടങ്ങി, പരിഹാസ പേരുകൾ ഇടാൻ തുടങ്ങി, എല്ലാ തരത്തിലും ശാരീരികമായിട്ടും എല്ലാ നിലയ്ക്കും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഇതെപ്പോഴാ? സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോഴല്ല. സ്വന്തം കാര്യം നോക്കി നടക്കാൻ അതെല്ലാവർക്കും സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതിങ്ങനെ ചെയ്യരുത് എന്ന് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയോ, ഇതിങ്ങനെ ചെയ്യണം, ഇത് വാജിബാണ് എന്ന് എപ്പോൾ ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ ഹക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് ആരംഭിച്ചു അന്ന് മുതലാണ് പ്രയാസങ്ങൾ ഉണ്ടായത്. പക്ഷേ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇല്ലാതാവും. ഇല്ല, പ്രയാസങ്ങൾ ഉണ്ടായാലും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ മേൽ നിർബന്ധ ബാധ്യത റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. ചെറിയ സൂറത്ത്, 3 ആയത്തുകളേ ഉള്ളൂ. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാശി മുഴുവനും നഷ്ടത്തിലാണ്. മനുഷ്യന്മാർ മുഴുവനും നരകത്തിലാണ്. എല്ലാ മനുഷ്യന്മാരും നരകത്തിലാണ് അല്ലാഹു പഠിപ്പിച്ചതാണ്. ചില ആളുകൾ മാത്രം ഒഴിവാകും, നരകത്തിൽ പോകാതെ രക്ഷപ്പെടും. ആരാണ് അവർ? 4 ക്വാളിറ്റികൾ പറയും. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട ബാധ്യതകളാണ് 4 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മളിൽ മിക്ക ആളുകളും പാലിക്കുന്നവരാണ്. ശരിയായ ഈമാനുള്ള ആളുകളാണ്, സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അള്ളാഹു അത് പറഞ്ഞു നിർത്തിയില്ല. 3-ാമത് പറയുന്നു വതവാസൗ ബിൽ ഹഖ്, നമ്മൾ അറിഞ്ഞ ഹക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എങ്കിലേ അത്, അങ്ങനെ ചെയ്താലേ മറ്റുള്ളവർ രക്ഷപ്പെടുള്ളൂ എന്നല്ല, അങ്ങനെ ചെയ്താലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമ്മളെ ബാധിക്കുന്ന വിഷയം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മുടെ അഖീദയും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും മാത്രം അതിന്റെ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരുടെ വിഷയത്തിലും എന്ത് നടന്നാലും അതൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ അവർ മാത്രമല്ല നമ്മളും കുടുങ്ങും, നമ്മളും നരകത്തിൽ പോകേണ്ടി വരും. അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുന്ന ബാധ്യത നമ്മൾ അവസാനിക്കുന്നില്ല. ഹക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദഅവത്തിൽ സ്ഥിരത ലഭിക്കാൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹു പറയണത്, ഈ റസൂലുമാരിൽ ഇത്രയും സ്ട്രോങ് ആയി നിന്ന ആ റസൂലുമാരെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയാണ്, അവർ സബർ ചെയ്തതുപോലെ താങ്കൾ സബർ ചെയ്യണം, അവർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കണം. അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പിന്മാറി കളഞ്ഞിട്ടില്ല, കുറേ ചെയ്ത് മടുപ്പ് വന്നിട്ടില്ല. എത്രത്തോളം നബിമാരിൽപ്പെട്ട ഒരാൾ, ശ്രദ്ധിക്കണം, സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരാൾ അവരുടെ ദഅവത്ത് ഒരുപാട് കാലം ചെയ്ത് എല്ലാ എഫേർട്ടുകളും എടുത്ത് ഒരു ഫലവും ഇല്ലാതെ ഒരു റിസൾട്ടും കാണാതായപ്പോ അള്ളാഹു പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ദഅവത്ത് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾക്കറിയാം, യൂനുസ് അലൈഹിസ്സലാം. ആ ചരിത്രത്തെ അള്ളാഹു പറഞ്ഞിട്ട് പറഞ്ഞു, വലാ തകുൻ കസാഹിബിൽ ഹൂത്, നിങ്ങൾ ആ യൂനുസ് നബിയെ പോലെ ആകരുത്. ആ നബി വളരെ മോശമാണെന്നല്ല പറയുന്നത്, അദ്ദേഹം ആ തെറ്റ് ചെയ്തതുപോലെ താങ്കൾ ചെയ്യരുത്. താങ്കളുടെ നാട്ടുകാർക്ക് ദഅവത്ത് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല,
എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് താങ്കളുടെ ദഅവത്ത് താങ്കൾ നിർത്തരുത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ യൂനുസ് നബി മോശാണെന്നല്ല. അദ്ദേഹം അള്ളാഹു നബിമാരിൽപ്പെട്ട ഉന്നതനായ ഒരു നബിയാണ്. മറിച്ച് അദ്ദേഹത്തിന് പറ്റിയ ഈ അബദ്ധം പോലെ താങ്കൾക്ക് അബദ്ധം പറ്റരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യും. നമുക്ക് ഓരോരുത്തർക്ക് ഇതിൽ പാടുണ്ട് അല്ലെ? നമ്മൾ പലപ്പോഴും ദഅവത്ത് സ്റ്റോപ്പാക്കുന്നതിന് ഏറ്റവും വലിയ കാരണമായിട്ട് പറയുന്നത് ഞാൻ കുറെ പറഞ്ഞതാണ്, ഞാൻ കുറെ പറഞ്ഞു കൊടുത്തതാണ്, കുറെ വട്ടം അവനോട് സൂചിപ്പിച്ചതാണ്, പക്ഷെ എന്നിട്ടും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കുന്നത് അവസാനിപ്പിക്കും. അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താക്കീത് ചെയ്യാം. ഈ ഒരു ശക്തമായ റബ്ബിന്റെ കൽപ്പന കാരണത്താൽ എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്രത്തോളം ആളുകളുടെ പരീക്ഷണം റബ്ബിന് വേണ്ടി ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാകുന്നുവോ അത്രത്തോളം റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ എത്രത്തോളം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആളുകളുടെ തൃപ്തി വേണ്ടെന്ന് വെക്കുന്നുവോ അത്രത്തോളം റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, നമ്മളൊക്കെ ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന രൂപത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അല്ലേ? നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ഒരു തീയിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം നമ്മൾ എല്ലാവരും പഠിച്ച ചരിത്രം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. പക്ഷെ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവാ അത് നബിമാരല്ലേ, റസൂലുമാരല്ലേ? അല്ലേ? നിങ്ങൾ വിചാരിക്കേണ്ട അത് റസൂലുമാർക്ക് മാത്രമുള്ളതൊന്നുമല്ല, നബിമാർക്ക് മാത്രമുള്ളതൊന്നുമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താബീങ്ങളിൽപ്പെട്ട സ്വഹാബിമാർ ശിഷ്യന്മാരാണ് താബീങ്ങൾ. അവരിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ് അബൂ ഇദ്രീസ് അൽ ഹൗലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇതേ സംഭവം ആവർത്തിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ അദ്ദേഹം ഹക്ക് പറഞ്ഞു കൊടുക്കുകയും ആ നാട്ടുകാർ ആ ഹക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാതാവുകയും ആ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ പിടിച്ചു കെട്ടുകയും അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. നബിയല്ല, റസൂലല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നിലകൊണ്ടതിനാൽ അദ്ദേഹം ഇബ്രാഹിം നബി എങ്ങനെ ആ തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്നുവോ അതേപോലെ അദ്ദേഹം ഒരു പോറലും പറ്റാതെ, ഒരു പ്രയാസം ഉണ്ടാകാതെ ആ തീയിൽ നിന്ന് സുരക്ഷിതനായി അദ്ദേഹം എഴുന്നേറ്റ് വരികയാണ്. ശ്രദ്ധിക്കണം, നമുക്ക് റബ്ബിന്റെ സഹായം നമ്മൾ എത്രത്തോളം ആ വിഷയത്തിൽ ഇറങ്ങുന്നുവോ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ മുഴുവനായിരിക്കും, നമ്മുടെ കുടുംബക്കാർ മുഴുവൻ നമുക്ക് എതിരാവുമായിരിക്കും, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും, റബ്ബ് നമ്മളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാരി ദഅവത്തിന്റെ പ്രയാസങ്ങൾ അവർക്ക് സഹിക്കാതെ അവരെല്ലാവരും കൂടി ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മലയുടെ ചുറ്റും, ഷിഅബു ബനി താലിബ് എന്നാ പറയാം, ആ താഴ്വരയുടെ ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപരോധിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, മറ്റുള്ളൊരാൾക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ കഴിയില്ല, തിന്നാനുള്ള ഭക്ഷണം പോലും നമ്മൾ കടയിൽ മാർക്കറ്റിലേക്ക് എത്തിപ്പെട്ടാൽ ഒരാൾ കൊടുക്കൂല. അങ്ങനത്തെ ഉപരോധം, ശക്തമായ ഉപരോധം, 1-2 ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒന്നുമില്ല, 3 വർഷം നീണ്ട ഉപരോധം. ഈ ഉപരോധത്തിനിടയിൽ അവരുടെ കയ്യിലുണ്ട സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ തീർന്നുപോയി, എല്ലാ സാധനങ്ങളും തീർന്നുപോയി. അവരുടെ പക്കൽ ഏറ്റവും ലാസ്റ്റായിട്ട് അവശേഷിച്ച ഈത്തപ്പഴ അതുപോലും തീർന്നുപോയി. അവസാനം അവർ താഴ്വരയിലെ പച്ചിലകൾ തിന്ന്, ചെടികളിലെ ഇലകളും മറ്റ് കായ്കനികളൊക്കെ തിന്നിട്ട് അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇലകൾ തിന്നിട്ട് ആടുകൾ കാഷ്ടിക്കുന്ന പോലെ ഞങ്ങൾ കാഷ്ടിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആടുകൾ ഭക്ഷിക്കുന്ന പോലെ പുല്ലും ഇലയും തിന്നിട്ട് വേറൊന്നും തിന്നാനില്ല. വെറും ഈത്തപ്പഴം എങ്കിലും ഉണ്ടെങ്കിൽ അറബികൾ കഴിച്ചു കൂട്ടും, അവർക്കൊരു പ്രശ്നമല്ല. ഈത്തപ്പഴം വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടും, അവർക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. അതുപോലെ കിട്ടാനിട്ട് നിലത്ത് നിന്ന് ചെടികളും ഇലകളും തിന്ന് അവർ വിശപ്പടക്കിയിരുന്നൊരു കാലഘട്ടം അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ റബ്ബിന്റെ സഹായങ്ങൾ പല വിധത്തിൽ പല രൂപത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ സ്വഹാബത്തിന് എല്ലാവർക്കും വെള്ളം തീർന്നുപോയി, വെള്ളം ഇല്ല, കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. അപ്പൊ എല്ലാവരുടെ പക്കലുള്ള വെള്ളം, ആ വെള്ളത്തിന്റെ പാത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, എല്ലാവരുടെ പക്കലുള്ള വെള്ളങ്ങൾ.
എന്നിട്ട് അത് ശേഖരിച്ചപ്പോൾ ഓരോ കുപ്പി, നമുക്കറിയാം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പിയിൽ അവസാനം ഒരു തുള്ളി അവശേഷിക്കും. എല്ലാവരുടെ കുപ്പിയിലുള്ള വെള്ളങ്ങളും ഒഴിച്ചു വെച്ചപ്പോൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കൈ മുക്കാൻ പാകത്തിൽ, വലിയ പാത്രമല്ല, ചെറിയൊരു പ്ലേറ്റിൽ, പരന്ന പാത്രത്തിൽ കൈ മുക്കാൻ പാകത്തിലുള്ള വെള്ളം. ഈ വെള്ളത്തിന് കാത്തു നിൽക്കുന്ന 100ഓളം സഹാബികളാണ്, 1-2 പേരൊന്നുമല്ല. അവർക്ക് കുടിക്കാൻ വെള്ളം അത്യാവശ്യമാണ്, മറ്റു പല ആവശ്യങ്ങൾ, ഭക്ഷണം പാചകം ചെയ്യാൻ, ഇതിനൊക്കെ വെള്ളത്തിന് അവർ കാത്തു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തിന്റെ കൈ ഈ പാത്രത്തിൽ മുക്കാൻ കൽപ്പിക്കുകയും പുറത്തെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ 2 കൈവിരലുകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന ഒരു വെള്ളത്തിന്റെ നീരുറവ ഞങ്ങൾ കണ്ടു. അദ്ദേഹം പറയാം, ഞങ്ങൾ 70-80ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളം, കുടിക്കാനുള്ളത്, കുളിക്കാനുള്ളത്, ഭക്ഷണം പാചകം ചെയ്യാനുള്ളത്, വസ്ത്രം അലക്കാനുള്ളത്, ഈ ആവശ്യത്തിനൊക്കെയും വേണ്ട വെള്ളം ഈ കൈവിരലുകൾക്കിടയിലൂടെ വന്നു. റബ്ബിന്റെ സഹായം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സഹായം നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതൊരിക്കലും നബിമാർക്കും റസൂലുമാർക്കും മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല. നമ്മൾ റബ്ബിന്റെ വിഷയത്തിൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഹക്ക് പറയാൻ നമ്മൾ എത്രത്തോളം ധൈര്യം കാണിക്കുന്നു, എത്രത്തോളം മടിപിടിച്ച് ഇരിക്കാതിരിക്കുന്നു, അത്രത്തോളം നമുക്ക് റബ്ബിന്റെ സഹായം ഈ വിഷയത്തിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു നിലപാട് കാണാൻ സാധിക്കുന്നത്, വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം, ഹഖീഖത്ത് എന്താണെന്ന് ബോധ്യപ്പെടാത്ത ആളുകൾ, അവർ പലതും വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്ന ആളുകളുടെ സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പരിഗണിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അല്ലാഹു പറഞ്ഞ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലി, ജാഹിലുകളായ അറിവില്ലാത്ത ആളുകളിൽ താങ്കൾ തിരിഞ്ഞുകൊള്ളുക, അവരെ ശ്രദ്ധിക്കണം, മൈൻഡ് ആക്കണ്ട. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, താങ്കളെ കള്ളൻ എന്ന് വിളിച്ചോട്ടെ, സാഹിർ എന്ന് വിളിച്ചോട്ടെ, ജ്യോത്സ്യൻ എന്ന് വിളിച്ചോട്ടെ, കവി എന്ന് വിളിച്ചോട്ടെ, എന്ത് വേണമെങ്കിൽ താങ്കളെ പറ്റി പറഞ്ഞോട്ടെ, താങ്കളത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്ന് അള്ളാഹുവിന്റെ മഹത്തായ ആ ഉപദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശരിക്കും ചെവിക്കൊണ്ടു, കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എന്തെല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടും മനസ്സിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വരും അള്ളാഹുവിന്റെ അടുത്ത് പരാതി പറയാൻ, നിസ്കരിക്കാൻ. നമ്മൾക്ക് എത്ര പേർക്കറിയാം നിസ്കാരം മനസ്സിന് സമാധാനം നൽകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിൽ കാണിച്ചു തന്ന വ്യക്തിത്വമാണ്. അവിടെ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, നാട്ടുകാരൊക്കെ കളിയാക്കുമ്പോൾ, കുടുംബക്കാരെല്ലാവരും പ്രയാസപ്പെടുത്തുമ്പോൾ ഓടി വരും റബ്ബിന്റെ അടുക്കലേക്ക് നിസ്കരിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹ് പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ടും സബർ കൊണ്ടും നീ സഹായം തേടണം. റബ്ബിന്റെ സഹായം കിട്ടുക അങ്ങനെ നിസ്കാരവും സബറും കൊണ്ടാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ വരുമ്പോൾ വേഗം നിസ്കരിക്കാൻ നിൽക്കും, വിഷമം വരുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കും, വളരെ വലിയൊരു മുസീബത്ത് ബാധിക്കുമ്പോൾ നിസ്കരിക്കാൻ ഓടി വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഓരോരുത്തർക്കും മികച്ചൊരു മാതൃകയുണ്ട്. ഇങ്ങനെ ധാരാളം നിലപാടുകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. ആ വിഷയങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചരിത്രം വായിക്കുന്നവർ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി ജീവചരിത്രം വായിക്കുമ്പോൾ വെറുതെ ഒരു ചരിത്രം, ഒരു കഥ വായിക്കുന്നത് പോലെ, നോവൽ വായിക്കുന്നത് പോലെ ഒരിക്കലും നമ്മൾ വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. നമുക്ക് അതിൽ ഓരോ മേഖലകളിലും കൃത്യമായ അധ്യാപനങ്ങളുടെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകകളാകുന്ന ഒരുപാട് മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെ സംബന്ധിച്ചാണ് നമ്മൾ വേഗത്തിൽ സംസാരിച്ചു വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിന്, ദഅവത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം, എന്താണ് ഈ ദഅവത്തിന് ഇത്രമാത്രം പ്രാധാന്യം?
അതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്? നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പരലോക വിജയം ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. നമുക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ, ഹക്ക് എന്താണെന്ന് അറിയാം, അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ എഴുതാൻ സാധിക്കും, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും നമ്മൾ ഹക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഹക്കിനെ പറ്റി നമ്മൾ ചോദിക്കപ്പെടും. അല്ലേ? ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ പറ്റി ചോദിക്കപ്പെടുന്നു, അതിന് ഉത്തരം പറയപ്പെടുന്നത് വരേക്കും ഒരടിമയ്ക്കും അവന്റെ കാലുകൾ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ അടുക്കൽ നീക്കാൻ സാധിക്കൂല, അനക്കാൻ കഴിയൂല. അതിലൊരു കാര്യം എന്താ? നീ പഠിച്ച, നീ മനസ്സിലാക്കിയ ഹക്ക്, അതിനനുസരിച്ച് നീ എത്രത്തോളം അമല് ചെയ്തു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതിന് എത്രത്തോളം നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ കാര്യം, അത് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കും. അതിന് ഉത്തരം പറയാതെ നമുക്കൊരിക്കലും റബ്ബിന്റെ അടുക്കൽ വിചാരം രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈമാൻ, നമ്മൾ ദഅവത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും കംപ്ലീറ്റ് ആവൂല, പെർഫെക്റ്റ് ആവൂല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഈമാൻ ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആക്കണം, കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ദഅവത്തിലൂടെ അല്ലാതെ സാധിക്കൂല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണ് വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടാ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങളുടെ ഈമാൻ കംപ്ലീറ്റ് ആവില്ല. അല്ലേ? നമ്മൾ തൗഹീദ് സ്വീകരിച്ചത്, സ്വഹാബത്തിന്റെ ആദർശം സ്വീകരിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ തൗഹീദ് ഇല്ലെങ്കിൽ, അയാൾ ശിർക്ക് ചെയ്യുന്ന കണ്ടിട്ടും നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ അറിഞ്ഞിട്ടും നരകത്തിലേക്ക് തള്ളിവിടുന്നത് പോലെ. ആ കുടുംബക്കാരനോട് നമ്മളോടുണ്ടാകേണ്ട നസീഹത്ത് ആ കുടുംബക്കാരനോട് ഉണ്ടാകണം. നമ്മൾ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ കുടുംബക്കാരൻ നരകത്തിൽ പോകരുന്നുള്ള ആഗ്രഹവും നമുക്ക് വേണം. അങ്ങനെ ആകാത്തിടത്തോളം നമ്മുടെ ഈമാൻ കംപ്ലീറ്റ് ആവൂല. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ വിഷയത്തിലും കുടുംബക്കാരുടെ വിഷയത്തിലും നാട്ടുകാരുടെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വിഷയത്തിലും അതേ ആഗ്രഹം നമുക്ക് വേണം. അങ്ങനെ ആകാത്തിടത്തോളം നമ്മുടെ ഈമാൻ പരിപൂർണമാവൂല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെ ദഅവത്തിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, നമ്മൾ ഒരാൾക്ക് ദഅവത്ത് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ദഅവത്ത് മനസ്സിലാക്കി, ഹക്ക് മനസ്സിലാക്കി ഒരാൾ അതിന് ഉത്തരം നൽകി, ഒരൊറ്റൊരാൾ പഠിപ്പിക്കുന്ന, നീ നിന്റെ ദഅവത്ത് കാരണത്താൽ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, നിന്നെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിനക്ക് നല്ലത്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ളൊരു കാറ്, ഒരു കോടിയുടെയോ 2 കോടിയോ അത്രയും വലിയ സമ്പത്ത് നിങ്ങൾ കിട്ടാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായി തീരുക പരലോകത്തിൽ നിങ്ങളെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്നതാണ്. കാരണം എന്താ? നബി പഠിപ്പിക്കുന്നത്, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു അജ്റു മിസ്ലി ഫാഇലിഹി. ഒരാൾക്ക് ഒരു ഖൈർ പറഞ്ഞു കൊടുത്താൽ ആ ഖൈർ അനുസരിച്ച് അവൻ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിന്റെ പ്രതിഫലം മുഴുവൻ ഈ പറഞ്ഞു കൊടുത്തവന് കിട്ടും, ചെയ്യുന്നവന് കിട്ടും. അതിനോടൊപ്പം ഈ പറഞ്ഞു കൊടുത്തവനും ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരാം. നമ്മളെ കൊണ്ട് ഒരാൾ തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ഒരാൾ സ്വഹാബത്തിന്റെ ആദർശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും നമുക്ക് പരലോകത്തിൽ ഉപകരിക്കാൻ പോകുന്ന മറ്റൊരു അമലുമില്ല. നമ്മുടെ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ വേറെ ഏത് അമലുകളെക്കാളും നമുക്ക് നമ്മുടെ പരലോകത്തിൽ ഉപകരിക്കാൻ പോകുന്നത് നമ്മളെ കൊണ്ട് ഒരാൾ തൗഹീദിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഒരാൾ സുന്നത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഒരാൾ സ്വഹാബത്തിന്റെ ആദർശം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ നമുക്ക് പരലോകത്തിൽ ഉപകരിക്കാൻ പോകുന്ന മറ്റൊരു അമലുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ പോകുന്നത് ആ ഒരു അമലായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ പോലും, മരിക്കാനായി സക്കറാത്തുൽ മൗത്തിൽ കിടക്കുകയാണ്, ബോധം പോകുന്നുണ്ട്,
അത്രയും ശക്തമായ രോഗമാണ്, അത്രയും കഠിനമായ പനിയാണ്. ഇടയ്ക്ക് ബോധം മറഞ്ഞു വന്നപ്പോ എന്താ പറഞ്ഞറിയോ? ലഅനല്ലാഹു യഹൂദ വന്നസാറ, ജൂത നസാറാക്കൾ അള്ളാഹു ശപിക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെ കബറിടങ്ങളെ മസ്ജിദുകളാക്കി. മരിക്കുമ്പോൾ ശിർക്ക് പറയാം, മരിക്കാനാകുമ്പോൾ ശിർക്കിനെ പറ്റി താക്കീത് ചെയ്യാം. എന്തുകൊണ്ടാണ്? അത് അത്രയും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഒടുക്കവും തുടക്കവും സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഒക്കെ തൗഹീദ് പറഞ്ഞിട്ടാ, ശിർക്കിനെ പറ്റി താക്കീത് ചെയ്തിട്ടാ. ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. തൗഹീദ് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും മടുപ്പ് കാണിക്കരുത്. തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ ഒരിക്കലും മടുപ്പ് കാണിക്കരുത്. ഷിർക്കിനെ പറ്റി താക്കീത് ചെയ്യുന്നതിൽ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. ഷിർക്കിനോളം പോകുന്ന വൃത്തികേട് ഈ സമൂഹത്തിൽ വേറൊന്നുമില്ല. വ്യഭിചരിക്കുന്നതിനേക്കാളും മദ്യപാനത്തെക്കാളും ലഹരി പദാർത്ഥങ്ങളെക്കാളും പലിശയെക്കാളും എല്ലാ ചെമ്മാടിത്തരങ്ങളെക്കാളും ഏറ്റവും വലിയ വൃത്തികേട് ഷിർക്കാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ ഒരു സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ചോ. ഒരാൾ അയാളുടെ സ്വന്തം ഉമ്മയെ നമ്മുടെ കൺമുന്നിൽ വെച്ച് വ്യഭിചരിക്കാം, നമ്മൾക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും? അതിനേക്കാളും 1000 മടങ്ങ് 10,000 മടങ്ങ് ഏറ്റവും വലിയ ഗൗരവപ്പെട്ട സിനിമയാണ് ഷിർക്ക്. ആ ഷിർക്ക് കാണുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. വളരെ പേടിക്കേണ്ട വിഷയം. നമുക്ക് ആ ഒരു ഗൗരവം, ആ ഒരു ഈർഷ്യത, ആ ഒരു ഗൈറത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈമാൻ എന്തോ തകരാറുണ്ടെന്നാണ്. നമ്മുടെ ഈമാൻ വളരെ മോശമായിട്ടുണ്ട്, വളരെ ദുർബലമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് സാധിക്കുന്നതിന് മാക്സിമം, കഴിയാത്തത് ചെയ്യണ്ട, പറയാൻ പറ്റാത്തത് പറയണ്ട. ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, ഫിത്തനയാവും, അവിടെ പറയണ്ട. ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും, വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും, അവരോട് പറയണ്ട. അതല്ലാത്തവരോടെങ്കിലും പറയാലോ. നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കും തോന്നുന്ന ആളുകളോട് നേർക്ക് നേരെ നമുക്ക് പറയാം, ഹക്ക് പറഞ്ഞു കൊടുക്കാം, തൗഹീദാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ആളുകളിലേക്ക് ഈ തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ എളുപ്പം റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമോ. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒരു നിസ്സാരക്കാരനല്ലേ, സാധാരണക്കാരനെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയൊരു വ്യക്തിയാണ്, ആഫ്രിക്കയിൽ ജീവിച്ച് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റൊരാളുടെ പ്രവർത്തനം കാരണത്താൽ 1.5 ലക്ഷത്തോളം ആളുകൾ, 100 1000 എന്നല്ല, 1.5 ലക്ഷത്തോളം ആളുകൾ തൗഹീദിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ നിസ്സാരമായി കണക്കാക്കണ്ട. നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ ഇതൊക്കെ എന്ത് റിസൾട്ട്, ഇതൊക്കെ റിസൾട്ട് റബ്ബ് തരുന്ന റിസൾട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട, അതിനെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ റിസൾട്ട് ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയാണെങ്കിൽ റബ്ബ് പ്രതിഫലം തന്നോളും. അപ്പൊ നമ്മൾ ഒരിക്കലും റിസൾട്ടിലേക്ക് നോക്കി ടെൻഷൻ ആകണ്ട. പരലോകത്ത് പല നബിമാരും കടന്നു വരിക, അവരെ പിൻപറ്റുന്ന ഫോളോവേഴ്സ് ആരും ഇല്ലാനിട്ട. പല നബിമാർക്ക് ഫോളോവേഴ്സ് ഉണ്ടാവില്ല, അവരെ പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാവില്ല. പല നബിമാർക്ക് ഖിയാമത്തിനാണ്. നബിമാരാണ് ഏറ്റവും ഉത്തമരായ സൃഷ്ടികളാണ്, എന്നിട്ട് പോലും അവരുടെ ദഅവത്ത് പിൻപറ്റുന്ന ആളുകളില്ല സമൂഹത്തിൽ. അതിന്റെ പേരിൽ റബ്ബ് അവർ ശിക്ഷിക്കും. ഇല്ല, റിസൾട്ട് റബ്ബ് നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല, നമ്മളോട് ടെൻഷൻ ആകാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് ആ റൂട്ടിൽ പ്രവേശിക്കാൻ. നമ്മൾ ടാർഗറ്റിലേക്ക് എത്തോ ഇല്ലയോ, എത്ര പേർ നമ്മുടെ സംസാരം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും, മാറ്റം വരും, ഇതൊന്നും റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, ബാധ്യത ആക്കിയിട്ടില്ല. നമ്മൾ ഹക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നമ്മുടെ ബാധ്യത എത്തിച്ചു കൊടുക്കൽ മാത്രം. അങ്ങനെ നമ്മൾ പരമാവധി ആളുകളിലേക്ക് ഹക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. റബ്ബിനോട് ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ സംസാരം കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നമ്മുടെ എഴുത്തുകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് ആളുകളെ എങ്ങനെയെങ്കിലും ഹിദായത്തിലേക്ക് കടന്നു വരണം എന്ന് റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഈ ദഅവത്ത് എന്ന മഹത്തായ ഇബാദത്തിനെ കണക്കിലെടുത്തത്, അതുപോലെ നമുക്ക് നെഞ്ചേറ്റുവാണ് നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ദഅവത്ത് ചെയ്യുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ധാരാളം അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ വരും ജീവിതത്തിൽ ഇത്തരം തെറ്റുകളൊന്നും ആവർത്തിക്കാത്തൊരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും എളുപ്പമാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം പ്രയാസങ്ങൾ സഹിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ
നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.